രാഹുലിൻ്റെ ലോക്സഭയിലെ വിഡ്ഢി പരാമർശം വലിയ പ്രക്ഷുബ്ധമായി ലോക്സഭ. അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം സുപ്രീം കോടതിയിലെ ഒരു നിരീക്ഷണം വന്നു. പെല്ലറ്റിഞ്ചുറിയിലെ 5 കുട്ടികൾക്ക് പരിക്കേറ്റത് കാര്യം, അത് ചില സാഹചര്യത്തിൽ പോലീസിന് ഉപയോഗിക്കാമെങ്കിലും ജന്തർ മന്ദിറിലെ കുട്ടികൾ അക്രമാസക്തമല്ലായിരുന്നു. അവിടെ സമാധാനപരമായ ഒരു പ്രക്ഷോഭം നടത്തുകയായിരുന്നു. അപ്പോൾ അമിത്ഷായുടെ ഉത്തരവിലാണോ പെല്ലറ്റ് വെടിവെപ്പ് ഉണ്ടായത് എന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞു. അതല്ല എങ്കിൽ ആ ജോലിയിലിരിക്കാൻ അദ്ദേഹം അർഹനല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല ഡൽഹി പോലീസും ആഭ്യന്തരവും. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചത്. അദ്ദേഹം 3 കാര്യങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. പെല്ലറ്റിഞ്ചുറി മുഖേന 5 പേർക്ക് പരിക്കേറ്റു, ഒരാളുടെ കണ്ണുപോയി, ഒരു പത്രപ്രവർത്തകന് പെല്ലറ്റിഞ്ചുറി ഉണ്ടായി, മറ്റൊരാളുടെ ദേഹത്തും ഷോൾഡറിലും വയറ്റിലുമുള്ള പെല്ലറ്റിഞ്ചുറി അദ്ദേഹം പത്രസമ്മേളനത്തിൽ അയാളെ അവിടെ നിർത്തിക്കൊണ്ട് ആ ബനിയൻ്റെ അടിയിൽ പെല്ലറ്റിഞ്ചുറി കാണികൾക്കും പത്രക്കാർക്കും കാണിച്ചു കൊടുത്തു. ഡൽഹിയിലെ സമരം ചെയ്ത ആ പയ്യന് ഇതുപോലെ ഒരു മുറിവ് പെല്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് ഉത്തരവാദി ആര്? അവിടെ ഡൽഹി പോലീസ് പരാജയം അടഞ്ഞു. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി തുടർന്ന് പറഞ്ഞത്, രാജ്യത്തിൻ്റെ ഭാവി തലമുറയുടെ സത്യസന്ധമായ അവരുടെ തീരുമാനങ്ങളും പെരുമാറ്റങ്ങളെയും ഇദ്ദേഹം ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, സമരം ചെയ്ത കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാം തങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വിഡ്ഢികളുണ്ട് എന്ന് കുട്ടികൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നും, മൂന്നാമത്തെ വിഭാഗമുണ്ട്, രണ്ടാമത്തെ വിഭാഗം ദൈവമാണെന്നും അവർ കരുതുന്ന അവരെ അന്ധമായി അവരുടെ ഭക്തരായി മാറുന്ന മൂന്നാമത്തെ വിഭാഗം. ഇതാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞ വിവരം. പാർലമെൻറ്റ് രംഗം പ്രക്ഷുബ്ധമായി. അദ്ദേഹത്തിന് ഒരു ക്ഷമ പറയണം എന്ന് പറഞ്ഞു. അമിത്ഷാ സഭയിൽ ഹാജരാകാത്തത് ഭയം മൂലമാണ്, പേടി മൂലമാണ്. അദ്ദേഹം കാറിലിരുന്ന് വിറയ്ക്കുന്നത് കണ്ടു. ആ ഒരു പരാമർശം വന്നതോടുകൂടി സഭ കൂടുതൽ പ്രക്ഷുബ്ധമായി. പാർലമെൻറ്റ് കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനൊക്കെ മറുപടി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത്, പാർലമെൻറ്റ് കാര്യമന്ത്രിയല്ല ഇതിന് മറുപടി പറയേണ്ടത്. വെടിവെക്കാൻ ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവിട്ടത്? ഉത്തരവിട്ടില്ല ആ കാര്യം പറയണം. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം 2 ദിവസമായിട്ട് സഭയിൽ ഹാജരാകുന്നില്ല. അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. അത് പേടി കൊണ്ടാണ്. സഭയിൽ അദ്ദേഹം കാര്യങ്ങൾ ഫേസ് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഏതായാലും രാഹുൽ ഗാന്ധി സഭയോട് ക്ഷമ പറയണം, സഭയിലുള്ളവരെ വിഡ്ഢി എന്ന് വിളിച്ചു എന്നുള്ള രീതിയിലുള്ള കിരൺ റിജിജുവിൻ്റെ ആ പ്രസ്താവന അത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. സ്പീക്കർ ഒരു അവസരത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ക്ഷമ പറയണമെന്ന്. അദ്ദേഹത്തിൻ്റെ മറുപടി BJPയോടും RSSനോടും ക്ഷമ പറയില്ല എന്നാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. പരീക്ഷാ ബില്ല് ആ സമയത്ത് അവതരിപ്പിച്ചു പാർലമെൻറ്റിൽ. അതിനകത്ത് പുതിയ ബില്ല് അതിൻ്റെ 2024 അത് പാസ്സാക്കിയത്. അതിനകത്ത് ഭേദഗതികൾ 2-3 പ്രാവശ്യം ഉണ്ടായി. മൂന്നാമത്തെ ഭേദഗതി ഇപ്പോഴത്തെ നീറ്റ് പരീക്ഷയുടെ ചോർച്ച കണക്കാക്കി അതിൻ്റെ പരീക്ഷ നടത്തിപ്പുകാർ തട്ടിപ്പ് നടത്തിയാൽ
അവർക്ക് 10 വർഷം വരെ തടവ് എന്ന് പറഞ്ഞു. 50 ലക്ഷം രൂപ പിഴയും ഈടാക്കാം. അതാണ് പുതിയ അമെൻഡ്മെൻറ്റ്. 2020 പാസ്സാക്കിയ പൊതുപരീക്ഷയുടെ നിയമം അനുസരിച്ച് ഈ ശിക്ഷ ഇപ്പോൾ കുറച്ചുകൂടെ ഉയർത്തി 10 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാക്കി. ശബ്ദ വോട്ടോടെ പാർലമെൻറ്റ് ഈ ബില്ല് പാസ്സാക്കി. രാജ്യസഭയിലും ശബ്ദ വോട്ടോടെ പാസ്സാക്കി. രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢി പരാമർശം വളരെ വൈറലായി. പാർലമെൻറ്റ് കാര്യം വിഡ്ഢി എന്നുള്ള പാർലമെൻറ്റിലെ ആരെയും അല്ലെങ്കിൽ ഭരണകക്ഷിയോ ഒരു വ്യക്തികളെയും ഉദ്ദേശിച്ചല്ല താൻ അത് പറഞ്ഞത്. കുട്ടികൾ തൻ്റെ അടുത്ത് പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതിൽ രണ്ടാമത്തെ വിഭാഗം വിഡ്ഢികളാണെന്നും അവരെ അന്ധമായിട്ട് വിശ്വസിക്കുകയും അവരെ ദൈവമായിട്ട് കണക്കാക്കുന്ന 3ാമത്തെ വിഭാഗം ഉണ്ടെന്നും കുട്ടികൾ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൈ നിട്ടതല്ല. എന്തായാലും പിന്നീട് പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മൈക്ക് സ്പീക്കർ ഓഫാക്കി കളഞ്ഞു. ഏതായാലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു, RSSകാരെയും ബി ജെ പിക്കാരെയും ഞാൻ ക്ഷമ പറയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. പെല്ലറ്റിൻ്റെ പരിക്കേറ്റ 5 പേരിൽ ഒരാളുടെ കണ്ണുപോയി. അത് സുപ്രീം കോടതി അത് നിരീക്ഷിച്ചിട്ടുണ്ട്. പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെക്കുന്നതിൽ പോലീസിന് അധികാരമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടാണോ വെടിവെച്ചത്? ആഭ്യന്തര വകുപ്പ് അല്ലാതെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണോ പെല്ലറ്റ് കൊണ്ട് വെടിവെച്ചത്? അഥവാ പെല്ലറ്റ് കൊണ്ട് വെടിവെച്ചയാളും AK-47 ഉപയോഗിച്ചയാളും സ്വമേധയാ അവർ ചെയ്തതാണോ? എങ്കിൽ അവർക്ക് എതിരായി അറ്റംപ്റ്റ് ടു മർഡർ കേസെടുക്കേണ്ടി വരും. കാരണം പെല്ലറ്റ് ഇഞ്ചുറി പലർക്കും ഉണ്ടായി. ഒരാളുടെ കണ്ണുപോയി. 326 IPC ഗ്രീവിയസ് അട്ട്. അതുകൂടാതെ അവരെ കൊല്ലാനുള്ള ശ്രമമാണ്. പെല്ലറ്റ് ശരീരത്തിലെ ക്ലോസ് റേഞ്ചിൽ തുളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാം. അതുകൊണ്ട് അറ്റംപ്റ്റ് ടു മർഡറിന് കേസെടുക്കണം. ആ 2 പേർക്കും എതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യണം. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇനി എന്തായാലും അത് തന്നെ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അമിത്ഷായും ഡൽഹി പോലീസും പെല്ലറ്റ് ഇഞ്ചുറി കൊണ്ട് വെടിവെച്ച് അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിന് കേസെടുക്കേണ്ടി വരും. സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനിലാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും രംഗങ്ങൾ. പാർട്ടികൾ അവർക്കെതിരായിട്ടെടുത്ത കേസുകൾ പിൻവലിക്കാമെന്നും 18 വയസ്സിന് താഴെയുള്ളവരുടെ കേസിൽ നിന്ന് അവരെ ഒഴിവാക്കാമെന്നും ഒരു കാര്യവും നടന്നില്ല. അതുകൊണ്ട് വാക്കുവ്യത്യാസം കാണിച്ചു. അതുകൊണ്ട് CJP സമരമുഖത്തേക്ക് വരും, ആഞ്ഞടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു.